ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമയായ മറ്റേ എന്തൊരു പടത്തിൻ്റെ പേര്, ഇടിയും ചന്തു സിനിമ ഉണ്ടാക്കാം. അപ്പോൾ സിനിമ എനിക്ക് ബോറായിട്ടൊന്നും തോന്നില്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടുക്കാരൻ്റെ ഇടിയൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഓവറായിട്ട് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ അത് സിനിമയുടെ രീതിയിൽ കണ്ടു ഇഷ്ടപ്പെട്ടു. ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഇതിൽ ലാലു അലക്സ് നല്ല രീതിയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സലീം കുമാറിൻ്റെ മോൻ ചന്തു, പുള്ളിക്കാരൻ ഇതിൽ നെഗറ്റീവ് റോളാണ്. എന്നാലും നെഗറ്റീവ് റോളാണ്. പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മാനറിസം ആയാലും ഒക്കെ കൊള്ളായിരുന്നു. അതേപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും, ഞാൻ പ്രത്യേകം എടുത്ത് ഞാൻ പേര് പറയുന്നില്ല, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ സാധാരണ ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പടം എന്ന് പറഞ്ഞാൽ അതിലെന്തായാലും ബിബിൻ ജോർജും കൂടി ഉണ്ടാവാറുണ്ട്. ഈ പടത്തിൽ പക്ഷേ ബിബിൻ ജോർജ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇൻകാർഡിൽ മറ്റേ ഒരു ടൈറ്റിൽ കാർഡ് പോലെ ഇടി തുടരുമെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് മിക്കവാറും സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു തുടക്കമാവാനാണ് സാധ്യത. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ ബിബിൻ ജോർജ് ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെയാണ് വിചാരിക്കണത്. എന്തായാലും പടം എനിക്ക് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് തോന്നി. എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന സംഭവം ഉണ്ട്. അടിപിടിയാന്ന് വിചാരിച്ച് ഫാമിലിക്കൊന്നും പറ്റാത്തൊരു പടമല്ല. കാരണം വൾഗറായിട്ട് ഒരു ഇതുപോലും ഇല്ല ഇതിൽ. ഇല്ല, ഒന്നുമില്ല. അത്ര മോശമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അതൊക്കെ ഒരു സ്പിരിറ്റിൽ ഇത് കാണാം, അടിയും കാര്യങ്ങളൊക്കെ. എന്തായാലും പടം കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ.